ഇപ്പോൾ UDF മുന്നണി നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കൗണ്ടർ കേസ് എന്ന നിലയിൽ. അതായത് CPM-ന്റെ വനിതാ കൌൺസിലർമാരെ ഇവർ ആക്രമിച്ചു എന്ന വ്യാജ പരാതി ഉണ്ടാക്കി വ്യാജ കേസെടുത്ത് അവരെ പോലീസ് വേട്ടയാടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം പല കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വീട്ടിലും പോലീസ് രാത്രി 12 മണിക്കും 1 മണിക്കും അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് പക്ക ഭരണത്തിന്റെ തണലിൽ കാണിക്കുന്ന ഗുണ്ടായിസമാണ് ഇന്ന് ആ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കുകയില്ല. അവിടെയുള്ള ഞങ്ങളുടെ പ്രവർത്തകരെയും നേതാക്കളെയും വേട്ടയാടാമെന്ന് കരുതിയാൽ അത് തെറ്റിപ്പോവും. ശക്തമായ നിലയിൽ ഇക്കാര്യത്തിൽ ഞങ്ങൾ കൂടുതൽ പ്രതികരണവും പ്രതിഷേധവുമായി ഞങ്ങൾക്ക് രംഗത്ത് വരേണ്ടതായിട്ട് വരും. അപ്പൊ ആ എടുത്തിരിക്കുന്നത് പൂർണ്ണമായും വ്യാജ പരാതികളാണ്. കാരണം അവിടെയുള്ള ഒരു ഇടതുപക്ഷത്തിന്റെയും വനിതാ നേതാക്കളെയോ അല്ലാത്ത ആരെയോ ഞങ്ങളുടെ UDF-ലെ നേതാക്കന്മാർ ആരും തന്നെ ആക്രമിച്ചിട്ടില്ല. ഒരാൾ പോലും ആക്രമിച്ചിട്ടില്ല. അതിന്റെ വീഡിയോ ദൃശ്യം ഞങ്ങളുടെ കയ്യിലുണ്ട്. അവിടെ നടന്ന എല്ലാ സംഭവങ്ങളുടെയും വീഡിയോ ദൃശ്യവും ഫോട്ടോസും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ എന്തായാലും അവര് വ്യാജ പരാതിയായിട്ട് കേസുമായിട്ട് പോട്ടെ. ഞങ്ങളത് കോടതി വഴി ഞങ്ങളത് മുമ്പോട്ട് നീങ്ങും. അതിനകത്തുള്ള ബാക്കി നടപടികളും അക്കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവുന്ന സംഭവത്തിൽ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് അതാണ് അവിടെ സൂചിപ്പിച്ചത്. ഇതിന്റെ ആക്ഷൻ ഉണ്ടായില്ലെങ്കിൽ, ഇതിന്റെ അകത്ത് കൃത്യമായ നടപടി ഗവൺമെന്റ് ഭാഗത്തുണ്ടായില്ലെങ്കിൽ ഇതിനിയും ആവർത്തിക്കപ്പെടും എന്നുള്ളതാണ്. കലാരാജു എന്ന് പറയുന്ന വ്യക്തി അവസാനത്തിരെ ആയിരിക്കുകയില്ല. ഈ ഗവൺമെന്റിന്റെ ശേഷിക്കുന്ന വർഷവും ഇതുപോലുള്ള അനവധി അനിഷ്ട സംഭവങ്ങൾ ഇനിയും കേരളത്തിൽ ഉണ്ടാവുമെന്ന ഭയം കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് മുമ്പോട്ട് വെക്കുകയാണ്.